തീർച്ചയായിട്ടും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് EDയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സഖാവ് പിണറായിക്കെതിരായിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ. നിരവധി വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്ര ഏജൻസികളായിരുന്നു എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ UDF ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPMനെതിരായിട്ട് കൊണ്ട് അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPMനെ ഇല്ലാതാക്കുക എന്നുള്ളത് BJPയുടെയും അതുപോലെ തന്നെ UDFൻ്റെയും ഒക്കെ അജണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലത്. 2018 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് കേന്ദ്ര BJP നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതായത് ബംഗാളിലെയും ത്രിപുരയിലെയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളില്ലാതായി ഇനി അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇനി തുടരാൻ വേണ്ടി പോകുന്നതെന്ന് 2018 പറയുകയുണ്ടായി. അത് കേവലം ഒരു പറച്ചിൽ മാത്രമായിരുന്നില്ല. എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൂടുകയാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സ്വാധീനം വരുന്നത് തങ്ങളുടെ പിന്തിരിപ്പൻ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പ്രയാസമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് 2018 പറഞ്ഞ് കേവലം ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, അവശേഷിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായി അതിശക്തമായ പ്രതികരണമുണ്ടായത് കേരളത്തിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ അതിനെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തി. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ഈ സംഘപരിവാർ ശക്തികൾക്കെതിരായിക്കൊണ്ട്, വർഗീയ വികാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. ആ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെയും ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ആ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അവശേഷിക്കുന്നവരെ നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും അവശേഷിക്കുന്ന കാലത്തോളം ഇതിനെല്ലാം എതിരായിക്കൊണ്ടുള്ള പോരാട്ടം തുടർന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.